നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി ഹൈക്കോടതി. സർക്കാർ എന്ത് നടപടിയെടുത്തുവെന്ന് കോടതി ചോദിച്ചു. നടപടി വൈകുന്നത് ഞെട്ടിച്ചുവെന്നും കോടതി പറഞ്ഞു. സർക്കാർ എന്ത് ചെയ്തുവെന്ന് ചോദിച്ചപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്ന് അഡ്വക്കേറ്റ് ജനറൽ മറുപടി നൽകി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും നടപടിയെടുത്തോ എന്ന് കോടതി ചോദിച്ചു. ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് GS സുധ എന്നിവരുടെ പ്രത്യേക ഡിവിഷൻ ബെഞ്ചാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്നത്. പാലക്കാട് മേഖലാ റിപ്പോർട്ടിംഗിൽ CPM നേതാവ് PK ശശിയെ രൂക്ഷമായി വിമർശിച്ച സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ശശി ചെയ്തത് നീചമായ പ്രവൃത്തിയെന്നായിരുന്നു വിമർശനം. സാമ്പത്തിക തട്ടിപ്പുകൾക്ക് പുറമെ ജില്ലാ സെക്രട്ടറിയെ കള്ളക്കേസിൽ കുടുക്കാൻ ശശി ശ്രമിച്ചെന്നും ഇതിന് ഒരു മാധ്യമപ്രവർത്തകനുമായി ഗൂഢാലോചന നടത്തിയെന്നതുമടക്കം ഗുരുതര ആരോപണങ്ങളാണ് MV ഗോവിന്ദൻ ഉന്നയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് P ശശിയെ നീക്കാൻ തീരുമാനം. ശശിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് തീരുമാനം. ജില്ലകൾ തോറും നടക്കുന്ന സംഘടനാ സമ്മേളനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങൾ ഉൾക്കൊണ്ടാണ് പാർട്ടി നേതൃത്വം ശക്തമായ ഇടപെടൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്നതെന്ന് ദോഷം ചെയ്യുമെന്നാണ് പാർട്ടി വിലയിരുത്തൽ. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച വിവാദത്തിൽ ADGP MR അജിത് കുമാറിനെ കൈവിടാൻ മുഖ്യമന്ത്രിക്ക് മേൽ സമ്മർദ്ദമേറുന്നു. ക്രമസമാധാന ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ നീക്കാൻ തയ്യാറായേക്കുമെന്നാണ് സൂചന. എന്നാൽ വിവാദമുയർന്ന 5 ദിവസത്തിനു ശേഷവും മുഖ്യമന്ത്രി മൗനം തുടരുകയാണ്. നവംബറിലെത്തുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാരാമതിയിൽ മത്സരിക്കാനും മത്സരിക്കാതിരിക്കാനും വയ്യാത്ത സ്ഥിതിയിലാണ് ഉപമുഖ്യമന്ത്രിയും NCP നേതാവുമായ അജിത് പവാർ. NCP പിളർത്തിയ ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അജിത് മത്സരിച്ചില്ലെങ്കിൽ അത് രാഷ്ട്രീയ അടിയറവ് പറയലാകും. മത്സരിക്കാനിറങ്ങിയാലാകട്ടെ 3 പതിറ്റാണ്ടിലേറെ താൻ പ്രതിനിധാനം ചെയ്ത മണ്ണിൽ തോൽക്കുമോ എന്ന ആശങ്ക ഉലയ്ക്കുന്നു. രാഷ്ട്രീയത്തിൽ കൈപിടിച്ചുയർത്തിയ പിതൃ സഹോദരൻ ശരത് പവാറിനെ വഞ്ചിച്ച പാർട്ടി പിളർത്തി NDA ക്യാമ്പിലേക്ക് നീങ്ങിയ അജിത്തിന്റെ നടപടി ഇനിയും പലർക്കും ഉൾക്കൊള്ളാനായിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യയിൽ എംപോക്സ് വൈറസ് ബാധ സ്ഥിരീകരിച്ച കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. വൈറസ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യത്ത് നിന്ന് എത്തിയ ആളിലാണ് രോഗം സ്ഥിരീകരിച്ചത്. എംപോക്സ് വൈറസിന്റെ വെസ്റ്റ് ആഫ്രിക്കൻ ക്ലെയ്ഡ് 2 വകഭേദമാണ് പരിശോധനയിൽ കണ്ടെത്തിയതെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. UK-യിൽ രാജ്യത്തെ തൊഴിൽ മേഖലാ സ്തംഭനാവസ്ഥയിലേക്ക്. സർക്കാരിന്റെ പുതിയ നയങ്ങളിലെ ആശങ്കകളെ തുടർന്ന് ജോലിക്കാരെ എടുക്കുന്നത് നിർത്തിവച്ചിരിക്കുകയാണ് വ്യവസായ സമൂഹം. ലേബർ ഗവൺമെന്റ് തൊഴിലാളികളുടെ അവകാശങ്ങൾ വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നതിലുള്ള ആശങ്കയും ഇതിന് ഒരു കാരണമാണ്. അടുത്ത മാസം ബജറ്റിൽ പല കടുത്ത നികുതി വർധനവുകളും ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് ബിസിനസ് നേതാക്കൾ. ഇതിനിടയിലാണ് റിക്രൂട്ട്മെന്റ് എംപ്ലോയ്മെന്റ് കോൺഫെഡറേഷന്റെയും KPMGയുടെയും റിപ്പോർട്ട് പുറത്തുവരുന്നത്. UK-യിലെ ഡോക്ടർമാർ സുരക്ഷിതരല്ലെന്ന റിപ്പോർട്ട്. വിവിധ തരത്തിലുള്ള പീഡനങ്ങൾക്കാണ് ഇവർ ഇരയാകുന്നത്. 52.2% ഡോക്ടർമാരാണ് ലൈംഗിക പീഡനം ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. പുരുഷന്മാരായ ഡോക്ടർമാർ 34.4%മാണ് ഇങ്ങനെ മോശം അനുഭവം നേരിട്ടത്. 45% ഡോക്ടർമാരും വ്യത്യസ്ത രീതിയിൽ പീഡനങ്ങൾക്ക് ഇരയാകുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഓസ്ട്രേലിയൻ നോർത്തേൺ ടെറിട്ടറിയിലെ മന്ത്രിയായി മലയാളിയായ ജിൻസൺ ആന്റോ ചാൾസ്. ആന്റോ ആന്റണി MPയുടെ സഹോദര പുത്രനാണ് ഓസ്ട്രേലിയയിൽ മന്ത്രിയായി ചരിത്ര നേട്ടം നേടിയിരിക്കുന്നത്. യുവേഫ നാഷൻസ് ലീഗിൽ ഫ്രാൻസിന് ജയം. കരുത്തരായ ബെൽജിയത്തെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് തകർത്തത്. 29-ാം മിനിറ്റിൽ കോളോ മുവാനിയാണ് ഫ്രാൻസിനെ മുന്നിലെത്തിച്ചത്. ഇതോടെ ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാണ്. ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.